ഓം അമൃതേശ്വരിയെ നമഃ. ജഗദീശ്വരിയായ എൻ്റെ കാളിയമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്വാമിജി സ്വാമിനിമാർക്കും, ബ്രഹ്മചാരി ചേട്ടന്മാർക്കും, ബ്രഹ്മചാരിണി ചേച്ചിമാർക്കും, അച്ചാച്ചന്മാർക്കും, അമ്മമ്മമാർക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വിനീത പ്രണാമം. സ്കിറ്റും നാടകവുമൊക്കെ കളിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ സത്സംഗ വിഷയങ്ങൾ സംസാരിക്കുന്നത് അത്ര എളുപ്പമല്ല. അതും അമ്പോറ്റമ്മയുടെ അടുത്തിരുന്ന്. അമ്പോറ്റമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം ഭംഗിയാകും. എല്ലാം അവിടുത്തെ ഇച്ഛയായി കണക്കാക്കുന്നു. ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 63-ാം ശ്ലോകമാണ്. ഞാൻ ഈ ശ്ലോകം തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുന്നതിന് കാരണം ക്രോധമാണ്. ക്രോധം കാരണം എനിക്ക് പല പ്രശ്നങ്ങളും വീട്ടിലും ആശ്രമത്തിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിതിവിടെ ഉറക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബോധമുണ്ടാവും. അമ്പോറ്റമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന ഉറപ്പോടെ ഞാൻ തുടങ്ങട്ടെ. ധ്യായതോ വിഷയാൻ പുംസഃ സംകസ്തേഷുപജായതേ സംകാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോദ്വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ചോ വിഷയത്തെക്കുറിച്ചോ വീണ്ടും വീണ്ടും ചിന്ത വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൽ നിന്നും സുഖം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സുഖം കിട്ടിയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. തുടർന്ന് അതിനോട് മമത വരുന്നു, ബന്ധം വരുന്നു. അതുകൊണ്ടാണ് അതിനെ ശക്തമായി ആഗ്രഹിക്കുന്നത്. ഇത്തരം ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു. അല്ലെങ്കിൽ ആ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും നിന്നാൽ അവരോടും ദേഷ്യം വരുന്നു. ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കാൻ തടസ്സം വരുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ക്രോധം വരുമ്പോൾ വിവേകപൂർവം ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അതോടെ താൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും നേരെ വരെ കയർക്കാനും തറുതല പറയാനും അക്രമം കാണിക്കുകയും ചെയ്യുന്നു. എന്നെ പെറ്റു വളർത്തിയ അമ്മയാണ്, പോറ്റി വളർത്തിയ അച്ഛനാണ് എന്നൊക്കെ ഞാൻ മറന്നുപോകുന്നു. അങ്ങനെ ചിന്താശേഷി നശിച്ച് മനുഷ്യൻ എന്ന മൃഗമായി, ഇരുകാലി മൃഗമായി അധപ്പതിക്കുന്നു. ക്രോധം പല നാശങ്ങളിലേക്കും എത്തിക്കും. എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം സ്വന്തമായി ഫോണോ അല്ലെങ്കിൽ ടാബോ ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഞാനും അങ്ങനെ ഒരെണ്ണം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ടു. അവർ അതിന് അനുവദിച്ചില്ല. ആ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ദേഷ്യമായി മാറി തുടങ്ങി. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല എന്ന് വാശി പിടിച്ചു. പിന്നീട് അവർ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കാതായി. ഇതിനെ ചൊല്ലി ഞാനും അമ്മയും വഴക്കു കൂടുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അമ്മയ്ക്ക് എൻ്റെ അനിയനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല അടിയും കിട്ടിയിരുന്നു. ഇതിൻ്റെ മൂലകാരണം ഫോണിനോട് വന്ന മമതയാണ്. അത് കിട്ടിയാൽ സുഖമാകുമെന്ന് കരുതി ഞാൻ. അവസാനം അച്ഛൻ പറഞ്ഞു, അമ്പോറ്റമ്മ സമ്മതിച്ചാൽ വാങ്ങിത്തരാമെന്ന്. അമ്പോറ്റമ്മയോട് ചോദിക്കുന്ന കാര്യം തന്നെ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ വാശിയും ദേഷ്യവും അലിഞ്ഞുപോയി. കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് അവിവേകവും ഉടലെടുക്കുന്നു. അവിവേകത്തിൽ നിന്ന് മറവിയും, ഓർമ്മയില്ലായ്മ മൂലം വിവേകബുദ്ധി നശിക്കുകയും ചെയ്യുന്നു. വിവേകബുദ്ധി നഷ്ടപ്പെടുന്നതോടെ ആ മനുഷ്യനിലെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഭ്രാന്ത് വന്ന ഒരാളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. ഒരു വിഷയമായുള്ള ബന്ധം എങ്ങനെയാണ് ദേഷ്യത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് പറയുമ്പോൾ അമ്പോറ്റമ്മ പറഞ്ഞ ഒരു കഥ ഞാനിവിടെ ഓർക്കുകയാണ്.
ഒരിക്കൽ ഒരു ഭക്തൻ തീർത്ഥാടന യാത്ര പോയി. ഒരു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ ഒരാൾ ആ ഭക്തനെ അറിയാതെ കാലിൽ ചവിട്ടി. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം സഹിക്കാനായില്ല. പരിസരം മറന്ന് അദ്ദേഹം തൻ്റെ കാലിൽ ചവിട്ടിയാളെ ഉച്ചത്തിൽ ശകാരിച്ചു. ഉന്തും തള്ളുമായി. അതോടെ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയും ക്ഷേത്രത്തിന് ദർശനത്തിന് വന്ന എല്ലാവരുടെയും ശാന്തിയും സമാധാനവും പോയി. ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നതാണ് ഇവിടെ ആ ഭക്തന് സംഭവിച്ചത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ എനർജിയാണ് നഷ്ടപ്പെടുന്നത്. അത് നമ്മളെ ക്ഷീണിതരാക്കും. അമ്മ പറയാറുണ്ടല്ലോ, ക്രോധം വരുമ്പോൾ എത്രയോ വർഷം സാധന ചെയ്ത ഗുണം മുഴുവനായും നഷ്ടപ്പെടുന്നു. ഒരു സിഗരറ്റ് ലൈറ്റർ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അതിലെ ശക്തി തീർന്നു പോകും. പക്ഷേ ശക്തി തീരുന്നത് നമുക്കറിയാൻ സാധിക്കുന്നില്ല. എരിയുന്ന തീക്കട്ട ഒരു കടലാസിൽ കോരിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അത് നമ്മളെ അപ്പാടെ നശിപ്പിച്ചു കളയും. മറ്റുള്ളവരുടെ നേരെ ദേഷ്യപ്പെടുന്നത് നമുക്ക് നേരെ വീശുന്ന കാറ്റിനെതിരായി പൊടിമണ്ണ് വാരി എറിയുന്നത് പോലെയാണ്. ആ മണ്ണ് മുഴുവനും നമ്മുടെ മുഖത്തും കണ്ണിലും തന്നെ വീഴും. കഷ്ടപ്പാടും വേദനയും ദുഃഖവും എല്ലാം നമുക്ക് തന്നെയാവും. അമ്പോറ്റിമ്മ ഇതും പറയാറില്ലേ, ദേഷ്യം രണ്ടറ്റം മൂർച്ചയുള്ള കത്തി പോലെയാണെന്ന്. അത് പിടിക്കുന്നവനെയും ആക്രമിക്കപ്പെടുന്നവനെയും ഒരേപോലെ മുറിവേൽപ്പിക്കും. ദേഷ്യം തന്നെ രണ്ടു തരത്തിലുണ്ട്, സ്വാർത്ഥത കൊണ്ടും സ്നേഹം കൊണ്ടും. എന്താണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന ദേഷ്യം വിരോധമോ വെറുപ്പോ കൊണ്ടല്ല, മറിച്ച് സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ, ഭക്ഷണം കഴിക്കാതെ കളയുന്നത് കൊണ്ടോ, പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ടോ, കൂടപ്പിറപ്പുകളോട് വഴക്ക് കൂടുന്നത് കൊണ്ടോ, തെറ്റായ കൂട്ടുകെട്ടുകളും മറ്റു കാര്യങ്ങളിലും ചെന്ന് ചാടുന്നത് കൊണ്ടാണ് അമ്മ ദേഷ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ടീച്ചർ വിദ്യാർത്ഥിയെ ശാസിക്കുന്നത് ഹോംവർക്ക് ശരിക്കും ചെയ്യാത്തത് കൊണ്ടോ, ക്ലാസ്സിൽ കുസൃതി കാണിച്ചത് കൊണ്ടോ, വേണ്ടത്ര ശ്രദ്ധയോടെ പഠിക്കാത്തത് കൊണ്ടോ ആണ്. വിദ്യാർത്ഥി ഒന്നും കൂടി നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ടീച്ചർ വിദ്യാർത്ഥിയെ ശാസിക്കുന്നത്. ഗുരുവിൻ്റെ കാരുണ്യമാണിത്. ഇവിടെ എനിക്കും അമ്പോറ്റമ്മയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ കിട്ടാറുണ്ട്. പലതവണ വയറ് നിറച്ചും കിട്ടാറുണ്ട്. അമ്മയുടെ ഭാഷയിൽ ട്യൂഷനാണിത്. നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് അമ്പോറ്റമ്മ ഇത്തരത്തിലുള്ള ട്യൂഷൻ എടുക്കുന്നത്. അമ്പോറ്റമ്മയുടെ ഉള്ളിൽ അല്പം പോലും ദേഷ്യമില്ല, കാരുണ്യം മാത്രമേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ ദേഷ്യം. ഇനി രണ്ടാമത്തെ ദേഷ്യം, അത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന്, എന്നേക്കാൾ കൂടുതൽ മാർക്ക് എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടി. ആ കുട്ടിയോട് നമുക്ക് തോന്നുന്ന ദേഷ്യവും അസൂയയും അത് നമുക്ക് ദോഷം ചെയ്യും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി എനിക്ക് സംഭവിക്കുന്നത് പറയാം. എൻ്റെ ആഗ്രഹം നിറവേറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കോപം നിയന്ത്രിക്കാനായി അമ്പോറ്റമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, കോപം വരുമ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയരുത്. പലപ്പോഴും ഈ കാര്യത്തിൽ ഞാൻ പരാജയപ്പെടാറുണ്ട്. ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക എന്നതിന് അമ്മ പറഞ്ഞ ഒരു കഥ ഇവിടെ എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഒരിടത്ത് അയൽവാസികളായ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീ അവരുടെ ഭർത്താവുമായി എന്നും രാത്രി വഴക്കു കൂടും. ആ സ്ത്രീ തൻ്റെ സങ്കടം അടുത്ത വീട്ടിലെ സ്ത്രീയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനൊരു മരുന്ന് തരാം. അയാൾ ദേഷ്യപ്പെടുമ്പോൾ ഇത് വായിൽ ഒഴിച്ച് പിടിച്ചാൽ മതി. ദേഷ്യപ്പെടുന്ന ആളുടെ വായിലോ? അതെങ്ങനെ സാധിക്കാനാണ്? അല്ലല്ല, ഭർത്താവിൻ്റെ വായിലല്ല, നിന്റെ വായിലാണ്. 2-3 ദിവസം അങ്ങനെ ചെയ്തപ്പോൾ വഴക്ക് നിന്നു. ആ സ്ത്രീ സന്തോഷത്തോടെ ചോദിച്ചു,
ഇതെന്ത് മരുന്നാണ്? ഇത് വളരെ പ്രയോജനം ചെയ്തു, വളരെ എഫക്റ്റീവാണ്. ഭർത്താവ് വഴക്കിട്ടതേയില്ല. ഇത് കേട്ടപ്പോൾ അയൽവാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വെറും പച്ചവെള്ളമാണ്. ഇത് വായിലൊഴിച്ച് നീ മിണ്ടാതിരിക്കുമ്പോൾ അയാളും മിണ്ടാതെ ശാന്തനായിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ക്ഷമ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകുന്നു. അമ്പൂറ്റമ്മ പറയാറുണ്ടല്ലോ, ക്ഷമയില്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ. ഒരു തെറ്റായ വാക്കുകൊണ്ട് നമുക്ക് ശത്രുക്കളെ കൂടുതൽ സമ്പാദിക്കാം. നമ്മുടെ ഉള്ളിലെ സമാധാനവും നഷ്ടപ്പെടും. ദേഷ്യത്തെ പറ്റി പറയുമ്പോൾ ഇനി എൻ്റെ സ്വഭാവം തന്നെ ഒന്നും കൂടി വിശദമായി പരിശോധിച്ചു നോക്കാം. മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു കുട്ടിയാണ് ഞാനും. എല്ലാ ആഴ്ചയും അമ്പൂറ്റമ്മയുടെ ദർശനത്തിനായി ആശ്രമത്തിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്പൂറ്റമ്മയോട് ചോദിച്ചു, ഞാൻ ആശ്രമത്തിൽ നിന്നോട്ടെ? ഉടനടി അമ്മ ചോദിച്ചു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാടി? ഞാൻ പറഞ്ഞു, സോപ്പൊക്കെ ഇട്ട് അമ്മയെ കുളിപ്പിച്ചു തരാം. അപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചു. അമ്പൂറ്റമ്മ അന്ന് എന്നോട് ചോദിച്ചു, നീ എൻ്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടുണ്ടോ? അന്നൊന്നും മനസ്സിലായില്ല. ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ എൻ്റെ അമ്മയോട് കൂടി ആശ്രമത്തിലേക്ക് മാറി. സന്തോഷത്തോടെ ഞാൻ ഇവിടെ എത്തി. അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാ ദിവസവും എൻ്റെ കൂട്ടുകാർ തല്ലുകൂടും. ദിവസവും എൻ്റെ വീട്ടിലെ അമ്മയുടെ അടുത്ത് ഒരു പറ്റം പരാതി ഉണ്ടാകും. വീട്ടിലെ അമ്മ വിഷമിക്കും. ആദ്യമൊക്കെ ആരെങ്കിലും എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, പിന്നെ പൊട്ടിക്കരയും. ഒരു ദിവസം കരഞ്ഞ് ഞാൻ അമ്പൂറ്റമ്മയുടെ അടുത്ത് പോയി എൻ്റെ വിഷമം പറഞ്ഞു. അമ്മ പറഞ്ഞു, നിന്റെ ഈ കണ്ണുനീർ വെറുതെ കളയാനുള്ളതല്ല. മറ്റുള്ളവരുടെ വിഷമത്തിലും കഷ്ടപ്പാടിലും അവരോടുള്ള കാരുണ്യത്തിനും വേണ്ടിയാകണം. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ കരഞ്ഞു പോകാറില്ല. ആശ്രമത്തിൽ അമ്പൂറ്റമ്മയുടെ തണലിൽ ജീവിക്കുന്നവരാണ് ഞാനും എൻ്റെ മറ്റുള്ള എല്ലാ കൂട്ടുകാരും. അങ്ങനെ ഒരിക്കൽ കൂട്ടുകാരുമായി ഉണ്ടായ വഴക്ക് അമ്പൂറ്റമ്മ ഒത്തുതീർക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമില്ലേ? പിന്നീട് ഈ വീഡിയോ ഇടയ്ക്കിടെ ഹാളിലിടാൻ തുടങ്ങി. എല്ലാവർക്കും ഫോണിലും ഫേസ്ബുക്കും വഴി കിട്ടാൻ തുടങ്ങി. നാട്ടിലുള്ള ബന്ധുക്കൾ വരെ എന്നെ വിളിച്ച് കളിയാക്കും. ഇതെന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു.
പൊതിറ്റിയാ ആണോ രണ്ടുപേരും അമ്മടുത്ത് വെള്ളം പറയുന്നത് കൊണ്ട് അമ്മ സത്യം പറയാതെ അങ്ങനെ പറയരുത്. നിന്നോട് വെള്ളം പറഞ്ഞു അടങ്ങും പറയുന്നത്. നിന്നോട് എന്ത് വെള്ളം പറഞ്ഞു മാത്രമേ പറയാവുള്ളൂ. അവളെന്ത് വെള്ളം പറഞ്ഞു നിന്നോട്? ഒന്നും ചെയ്തില്ലേ? സത്യം നീ ഒന്നും ചെയ്തില്ലേ? അമ്മ ഒരിക്കലും വിശ്വസിക്കാൻ നീ ഒന്നും ചെയ്തില്ല. ഇവളെന്ത് ചെയ്തിരുന്നതാ? പണ്ട് നല്ല നഖം ഉണ്ടായിരുന്നു അപ്പോഴാണ്. അപ്പൊ നഖം ഉണ്ടേ മോക്ക്? ഇപ്പം വെട്ടിക്കളഞ്ഞു. ആ ശരി കൂട്ടെ. അത് കഴിഞ്ഞല്ലേ ഇനി പൊന്നുമോളം ചെയ്യല്ലേ? മൂത്ത അനിയത്തിമാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ സഹിച്ചിട്ട് അമ്മയോടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഉള്ളല്ലേ. നിങ്ങൾ രണ്ടും മൂത്തതല്ലേ ഇപ്പം എന്നോട് പറഞ്ഞത്? ചേച്ചിയെന്ന് വിളിക്കണത് രണ്ടുപേരും മൂത്തമെന്ന് പറഞ്ഞു. അപ്പം അവൾ ഇളയതല്ലേ. അപ്പോൾ അവളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ തിരിച്ചൊന്നും അടിക്കുകയോ വഴക്ക് പറയാതെ അമ്മയോടൊന്ന് പറയണം. കേട്ടാ? മോളും ഒന്നും തിരിച്ച് കൈകൊണ്ടൊന്നും ചെയ്യല്ലേ. ഞാൻ എടിപിടി നീ അമ്മ എടുത്തെന്ന് പറഞ്ഞാൽ ചേച്ചിമാർ റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? ആശ്രമമല്ലേ. അപ്പം ചേച്ചിമാരോട് അങ്ങനെയല്ല ചേച്ചിയെന്ന് വിളിക്കാം. പിന്നെ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി. ഇന്നത്തത് മാപ്പും നാളെ ഇതല്ല മൂപ്പാണ് പൊന്നുമക്കളും. ശരി ഇനി ഒന്ന് നമസ്കാരം ഉണ്ടല്ലേ. പൊന്നുമക്കൾ പോയി ഭക്ഷണം കഴിച്ച് സ്നേഹമായിട്ട് പോകും. പരസ്പരം അങ്ങോട്ടേക്കിട്ട് മാപ്പ് പറ. നീ അങ്ങോട്ട് മാപ്പ് പറ. ചെയ്ത് തെറ്റി മാപ്പ് സോറി നീ ചോദിച്ച ആ ശരി പൊന്നുമക്കൾ ചെന്ന് ഭക്ഷണം കഴിക്കും. ഒരു കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ഒരാളുടെ കാര്യങ്ങൾ വരെ അവർ തമ്മിലുള്ള വഴക്കുകളും അമ്പൂറ്റമ്മ ഇതുപോലെ പരിഹരിക്കുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രം. അമ്മയ്ക്ക് എല്ലാവരും കൊച്ചു മക്കളാണ്. ഒരു ദിവസം ദർശനം നടക്കുമ്പോൾ ഞാൻ അമ്പൂറ്റമ്മയോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി ഈ വീഡിയോ ഹാളിലിടല്ലേ, എന്നെ എല്ലാവരും കളിയാക്കുകയാണ്. അമ്പൂറ്റമ്മ പറഞ്ഞു, നാണവും മാനവും ഉള്ളവർക്കൊന്നും ആശ്രമത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ദേശത്തോട് അമ്പൂറ്റമ്മയോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പോവാണ്, തിരിച്ച് വന്നിട്ട് തരാം. നാണവും മാനവും ഉള്ളവർക്കൊന്നും ആശ്രമത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നമ്മ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് ധ്യാനാമൃത സ്വാമിജിയുടെ ഗീതാ ക്ലാസ്സിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. മാനാപമാനങ്ങളെല്ലാം ശരീരചിന്ത കൊണ്ട് വരുന്നതാണെന്നും യഥാർത്ഥ സത്യമായ ആത്മാവിന് മരണമില്ലെന്നും മനസ്സിലാക്കി. അപ്പോൾ അമ്മ മുമ്പ് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഈ ശരീരത്തിൽ ഞാൻ എൻ്റെ എന്ന വിചാരമാണ് മാനാപമാനത്തിന് കാരണം എന്ന് മനസ്സിലാക്കി തരികയാണ് ഭഗവത്ഗീത. ഞാൻ 2ാം ക്ലാസ്സിലായപ്പോൾ തൊട്ടാണ് ഞങ്ങൾക്ക് ധ്യാനാമൃത സ്വാമിജിയുടെ ഗീതാ ക്ലാസ് തുടങ്ങിയത്. ആദ്യമൊക്കെ ക്ലാസ്സിന് വീട്ടിലെ അമ്മ എന്നെ വളരെ നിർബന്ധിച്ചാണ് പറഞ്ഞയച്ചിരുന്നത്. ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ എനിക്കതിൽ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയും മറ്റു കൂട്ടുകുടുംബാംഗങ്ങളും അടങ്ങിയ ഒരു ജീവിതം അതുമാത്രമേ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ സ്വാമിജിയുടെ ഗീതാ ക്ലാസ് കേൾക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ മനുഷ്യജന്മം ഏറ്റവും വിലപ്പെട്ടതാണെന്നും നാം ഓരോരുത്തരും ശരീരമല്ല ആത്മാവാണെന്നും ഈ മനുഷ്യജന്മത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കൂവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മനുഷ്യജന്മം ലഭിച്ച നമുക്ക് അമ്പൂറ്റമ്മയെ പോലെയുള്ള ഒരു മഹാത്മാവിൻ്റെ കൂടെ കഴിയാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഭഗവത്ഗീതയിൽ ഉടനീളം ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് പരസ്പരം നടത്തിയ സംഭാഷണങ്ങളാണ്. ഇവിടെ ഒരു വ്യക്തി അയാളുടെ കാമക്രോധങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. സ്വാമിജിയുടെ ഈ ഗീതാ ക്ലാസ് പിന്നീട് ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പ്രയോജനം നൽകി.
ആദ്യ പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം എന്ന ഒരു TV പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ശ്ലോകങ്ങൾ വ്യക്തമായി ചൊല്ലാനും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനും സാധിച്ചു. ഈ ക്ലാസ് തുടങ്ങിയ കുറേ നാളുകൾ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ കുറുമ്പ് കാണിച്ചതിന് വീട്ടിലെ അമ്മ അടിക്കുമ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മേ, ഞാൻ ശരീരമല്ല, ആത്മാവാണ്. എൻ്റെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തിനാ അമ്മേ എൻ്റെ ഈ ശരീരത്തെ വേദനിപ്പിക്കുന്നത്? പിന്നെ അമ്മയുടെ അടി കുറച്ചും കൂടി വേദനകരമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് മെല്ലെ അടിക്കി. അപ്പോൾ വീട്ടിലെ അമ്മ പറഞ്ഞു, നിന്റെ ആത്മാവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അടിച്ചത്. പിന്നീട് ഒരിക്കലും ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. തത്വജ്ഞാനം ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് മനസ്സിലായി. പലപ്പോഴും എന്നോട് ഒരാൾ ദേഷ്യം കാണിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് ക്ഷമ കിട്ടുന്നില്ല. എന്നെ ഒരാൾ അടിച്ചാൽ അയാളെ തിരിച്ചടിക്കാതെ ഞാനും വിടാറില്ല. വെറുതെ ഒരാളെ കാരണമില്ലാതെ ഞാൻ അടിക്കാറില്ല. ഞാൻ തെറ്റൊന്നും ചെയ്യാതെ എന്നെ ഒരാൾ അടിച്ചു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു, നമ്മൾ അവരുടെ അടി കൊണ്ട് തിരിച്ച് ദേഷ്യപ്പെടാതെ തിരിച്ചു പോകണോ? അമ്പൂറ്റിമ്മ തന്നെ പറഞ്ഞു തരണം. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, മറ്റൊരു പ്രധാന കാര്യം, അർജുന, അധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടുക തന്നെ വേണം. ഇത് പറയുമ്പോൾ എനിക്കെൻ്റെ മറ്റൊരു അനുഭവമാണ് ഓർമ്മയിൽ വരുന്നത്. പുതിയകാവിൽ അമൃത വിദ്യാലയത്തിൽ കസ്തൂരി അമ്മയുടെ കൊച്ചുമകൻ അമൃതകൃഷ്ണനുമായി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് ഞാൻ ക്ലാസ്സിന് പുറത്തായിരുന്നു. കൈ കഴുകി ക്ലാസ്സിന് വന്നപ്പോൾ അമൃതകൃഷ്ണനെ കുറേ കുട്ടികൾ ചേർന്ന് കളിയാക്കുകയാണ്. അമ്പൂറ്റിയമ്മയെക്കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അമൃതകൃഷ്ണൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന്, നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഈശ്വരനെയാണ് കളിയാക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരെയും അടിച്ചു. എല്ലാവരും ഓടിപ്പോയി. ധർമ്മത്തിന് വേണ്ടി വിരൽ ചൂണ്ടുമ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് അമ്പൂറ്റിയമ്മ എന്നെ ഭദ്രകാളി എന്ന് വിളിക്കുന്നത് എന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അച്ഛൻ പറഞ്ഞു, എനിക്ക് 1 വയസ്സായപ്പോൾ മുതൽ അമ്പൂറ്റിയമ്മ എന്നെ ഭദ്രകാളി എന്നാണ് വിളിക്കുന്നത്. അന്നൊക്കെ എല്ലാ ആഴ്ചയും ദർശനത്തിന് വരുമ്പോൾ ഒരു മാല അമ്പൂറ്റിയമ്മ അണിയിക്കും. ആ, ഭദ്രകാളി വന്നോ എന്ന് അമ്പൂറ്റിയമ്മ ചോദിക്കാറുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു എന്നെ ഓമനിച്ച് വിളിക്കുന്നതാണെന്ന്. എൻ്റെ അച്ഛൻ എനിക്ക് പതിവായി കൈലാസനാഥൻ എന്ന സീരിയൽ തുടർച്ചയായി വെച്ച് തരുമായിരുന്നു. ഒരു ദിവസം അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഭദ്രകാളിയുടെ ഭയാനകമായ രൂപം കണ്ടത്. ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് ചോദിച്ചു, ഈ പേരാണോ അമ്പൂറ്റിയമ്മേനെ വിളിക്കുന്നത്? പിന്നീട് മനസ്സിലായി, എൻ്റെ ഈ സ്വഭാവ മഹിമ കൊണ്ടാണ് അമ്പൂറ്റിയമ്മേനെ ഭദ്രകാളി എന്ന് വിളിക്കുന്നത്. എൻ്റെ ഈ ദേശസ്വഭാവം മൂലം സ്കൂളിൽ എപ്പോഴും വീട്ടിലെ അമ്മയ്ക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നു. എൻ്റെ കുറുമ്പ് സഹിക്കാൻ പറ്റാതെ എന്നെയും കൊണ്ട് അമ്പൂറ്റിയമ്മയുടെ അടുത്ത് ദർശനത്തിന് പോയി. എന്നോട് അമ്പൂറ്റിയമ്മ ചോദിച്ചു, എന്താ മോളെ, നിനക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറുനാരങ്ങ എടുത്തു തന്നു. ദേഷ്യം വരുമ്പോൾ നീ മുറുക്കെ പിടിക്കാൻ പറഞ്ഞു. പല സാഹചര്യങ്ങളിലും ദേഷ്യം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ നാരങ്ങ മുറുക്കെ പിടിക്കുമായിരുന്നു. ആ സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാനും അമ്മയെ കൂടുതൽ ഓർക്കാനും ഇതെന്നെ സഹായിച്ചു. പിന്നെ നാരങ്ങയുടെ കാര്യം പറയണ്ടല്ലോ, അത് ചതഞ്ഞു പോയി.
അമ്മേ, എനിക്ക് ക്ഷമ കിട്ടാൻ അനുഗ്രഹിക്കണേ. ദേശത്തെ അതിജീവിക്കാൻ കഴിയണേ. ഗുരു നമുക്ക് കൃപ ചൊരിഞ്ഞാലും എൻ്റെ കൃപ ആത്മകൃപ ഇല്ലാതെ പോയതാകാം. എനിക്ക് പൂർണ്ണ പ്രയോജനം ഇല്ലാതെ പോയത്. എല്ലാ ആഴ്ചയും അച്ഛൻ ആശ്രമത്തിൽ വരുമ്പോൾ എൻ്റെ കുറുമ്പുകൾ ഒന്നൊന്നായി വീട്ടിലെ അമ്മ പറഞ്ഞു കൊടുക്കും. അച്ഛന് മനസ്സിലായി എന്നെ അടിച്ചിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്ന്. അതുകൊണ്ട് അച്ഛൻ എന്നോട് ഒരു ഡയറി എഴുതാൻ പറഞ്ഞു. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എഴുതി വെക്കണം. തുടക്കത്തിൽ തെറ്റുകളായിരുന്നു കൂടുതൽ. എഴുതാൻ തുടങ്ങിയപ്പോൾ അതെന്നിൽ ബോധമുണർത്തി. അങ്ങനെ തെറ്റുകൾ തിരുത്താനുള്ളൊരു വഴി ഡയറി എഴുത്ത് കാണിച്ചു തന്നു. അതും അത്ര പ്രയോജനപ്പെട്ടില്ല. പിന്നെ അച്ഛൻ കുറച്ച് പോയിന്റ്സ് എഴുതി എന്നിട്ട് അലമാരയുടെ മുകളിൽ ഒട്ടിച്ചു തന്നു. എല്ലാ ദിവസവും 10 തവണയെങ്കിലും വായിക്കണം, എന്നാലേ നിനക്കൊരു ബോധം വരികയുള്ളൂ. എല്ലാ കർമ്മങ്ങളും ഈശ്വരനെ സ്മരിച്ച് വേണം ചെയ്യാൻ എന്ന് അച്ഛൻ എന്നെ ഓർമ്മപ്പെടുത്തി. എഴുന്നേൽക്കുമ്പോൾ മന്ത്രം ചൊല്ലി എഴുന്നേൽക്കുക. ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കുക. പല്ലു തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും മന്ത്രം ചൊല്ലണം. രാവിലെ അർച്ചന ചെയ്യണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. കയർത്ത് സംസാരിക്കില്ല. ദേഷ്യം നിയന്ത്രിക്കും. വാശി കുറയ്ക്കും. ഡയറി എഴുതണം. മന്ത്രം ചൊല്ലണം. ഉറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് കിടക്കണം. എൻ്റെ ദേഷ്യവും അഹങ്കാരവും കാരണം എനിക്ക് സംഭവിച്ച വലിയ തെറ്റ് ഞാനിവിടെ പറയുകയാണ്. ഒരിക്കൽ ക്ലാസ് നോട്ട്സ് പൂർത്തീകരിക്കാത്തതിന് ടീച്ചർ എന്നെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. മറ്റൊരു കുട്ടിയും നോട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുട്ടിയോട് പുറത്തു പോകാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് തോന്നിയത്. ടീച്ചർ കുറേ പറഞ്ഞു എന്നോട് പുറത്തു പോകാൻ. അവസാനം ടീച്ചർ മറ്റുള്ള എല്ലാ കുട്ടികളെയും കൊണ്ട് മറ്റൊരു ക്ലാസ്സിൽ കൊണ്ടുപോയി ക്ലാസ് എടുത്തു. നീ ചെയ്തത് തെറ്റാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. അവസാനം ഞാൻ തന്നെ അമ്പൂറ്റമ്മയുടെ അടുത്ത് പോയി. അമ്പൂറ്റമ്മ പറഞ്ഞു, നിന്റെ അഹങ്കാരം കാരണമാണ് നീ അത് ചെയ്തത്. ഒരിക്കലും ഗുരുക്കന്മാരെ സങ്കടപ്പെടുത്തരുത്. ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കണം. ഗുരുവിൻ്റെ വെറുപ്പ് സമ്പാദിച്ചാൽ ജീവിതത്തിൽ ഒന്നും നേടില്ല. ഞാൻ തിരിച്ചുപോയി ടീച്ചറുടെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാൻ, ഗുരുനിന്ദ ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അമ്മയുടെ അഷ്ടോത്തരത്തിലെ ഓം അന്തേവാസി ജനാശേഷ്ട ചേഷ്ടാപാതിത ദൃഷ്ടയേ നമഃ എന്ന മന്ത്രം ഇവിടെ ഓർക്കുകയാണ്. അന്തേവാസികളുടെ എല്ലാ പ്രവൃത്തികളും സ്വന്തം കണ്ണാലെ അറിയുന്നവൾക്ക് നമസ്കാരം എന്നതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ആശ്രമത്തിൽ താമസം തുടങ്ങിയ നാളുകളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഓർക്കുകയാണ്. അമ്പൂറ്റമ്മ അമേരിക്കൻ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ വരുമെന്ന് എൻ്റെ കൂട്ടുകാർ പറയുന്നത് കേട്ടു. പിന്നീട് അത് മാത്രമായി എൻ്റെ മനസ്സിൽ. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ സ്വിമ്മിംഗ് ഡ്രസ്സ് കയ്യിൽ പിടിച്ച് കുറേ നേരം കാത്തിരുന്നു. അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. അവസാനം അമ്മ പോകുന്നതിൻ്റെ തലേ ദിവസം മീറ്റിങ്ങിൽ ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു ഇരുന്നത്. എൻ്റെ മനസ്സിൽ മുഴുവനും അമ്പൂറ്റമ്മയുമായി നീന്തുന്ന കാര്യമായിരുന്നു. അവസാനം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് മൈക്ക് തന്നു. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അമ്മേ, ഞങ്ങളുടെ കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുമോ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് രാത്രി തന്നെ നമുക്ക് മസാലദോശ ഉണ്ടാക്കി തരാൻ അമ്മ തീരുമാനിച്ചിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അവിടെ ചുറ്റുമുള്ളവർ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. എല്ലാവരും വഴക്ക് പറയുന്നത് കേട്ട് ഏതോ ഒരമ്മ അവിടെ നിന്ന് എന്നെ എടുത്തുകൊണ്ട് ഓടി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ആ നിമിഷം ഞാൻ കണ്ടു, അമ്പൂറ്റമ്മ നേരെ നടന്നു പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഞാൻ സന്തോഷം കൊണ്ട് അമ്പൂറ്റമ്മയുടെ പിന്നാലെ ഓടി. നീന്താൻ അറിയാത്ത ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങുകയാണ്. അകലെ നിൽക്കുന്ന അമ്പൂറ്റമ്മ മോളെ എന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ നോക്കി.
ഒറ്റ നോട്ടത്തിൽ ഞാൻ അവിടെ സ്തബ്ധയായി നിന്നു. ആ സമയത്ത് അമ്പോറ്റിയമ്മ എൻ്റെ അമ്മയോട് പറയുകയാണ്, നീ ഓടിപ്പോയി അവളുടെ റൂമിൽ എടുത്തു വെച്ച സ്വിമ്മിങ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാ എന്ന്. ഡ്രസ്സിൻ്റെ കാര്യം അമ്പോറ്റിയമ്മ എങ്ങനെ അറിഞ്ഞു? ഈശ്വരൻ നമ്മുടെ ഓരോ ചെറിയ ചിന്തകൾ പോലും മനസ്സിലാക്കുന്നു. അമ്മ ദൂരയാത്ര പോവുകയാണ്. സ്വിമ്മിങ്ങും മസാലദോശയും രണ്ടും കൂടി സമയമുണ്ടാകില്ല. അമ്മയ്ക്ക് ക്ഷീണം വരും. അന്നൊന്നും ആ പ്രായത്തിൽ എനിക്കറിയില്ല. അതന്ന് കുറേ പേർക്ക് ദേഷ്യം വരുത്തി. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ അവസരത്തിൽ. ഒരു ദിവസം വീട്ടിലെ അമ്മയെ അനുസരിക്കാതെ കുറുമ്പ് കാണിച്ചും ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അമ്പോറ്റമ്മ ഭജന കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു പോകും വഴി ഞാൻ അമ്പോറ്റമ്മയെ ഉറക്കെ വിളിച്ചു. അമ്മ അവിടെ നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ റൂമിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. ഇന്ന് എത്ര അടി കിട്ടി? എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. ഇതിലൂടെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇപ്പോഴെനിക്ക് 11 വയസ്സായി. ഈ കാലം അത്രയും എത്രയോ തവണ ഞാൻ ആശ്രമത്തിൽ കുറുമ്പ് കാണിച്ച് അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചു. പലവരും എന്നെക്കുറിച്ച് പരാതിയുമായി അമ്പോറ്റമ്മയുടെ അടുത്ത് ചെല്ലാറുണ്ട്. അപ്പോഴൊക്കെ അമ്പോറ്റമ്മ സ്നേഹത്തോടെയാണ് ഉപദേശിക്കാറുള്ളത്. ആ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്കാണ് കയറിപ്പോയത്. അതുകൊണ്ട് അമ്പോറ്റമ്മയുമായി കൂടുതൽ അടുക്കാൻ സാധിച്ചു. പിന്നെ ഒന്നും ഒളിച്ചു വയ്ക്കാതെ തുറന്നു പറയാൻ എനിക്ക് സാധിച്ചു. ദേശത്തെ ദേഷ്യം കൊണ്ട് മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. അമ്മയുടെ പ്രേമം ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. എല്ലാം അറിയുന്നൊരമ്മേ, എൻ്റെ വല്ലായ്മ നീ അറിയില്ലേ, വല്ലാതെ ദേഷ്യം വരുന്നു, നിയന്ത്രിക്കാൻ കൃപ ചൊരിയേണേ, നിയന്ത്രിക്കാൻ കൃപ ചൊരിയേണേ, ഒരിക്കലും കൈവിടല്ലേ അമ്മേ, ഒരിക്കലും കൈവിടല്ലേ. എൻ്റെ ജീവിത ലക്ഷ്യം അത് സ്ഥിരമായി ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പഠിച്ചെന്തെങ്കിലും ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ട്. അമ്പോറ്റമ്മയുടെ മോളായി ആശ്രമത്തിൽ ജീവിതം മുഴുവൻ നിൽക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വ്യത്യസ്ത ഭക്ഷണങ്ങളോടുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന എൻ്റെ സ്വഭാവം, അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. എൻ്റെ ഈ ദേശസ്വഭാവവും ആഹാരത്തോടുള്ള കൊതിയും മാറ്റിത്തരാൻ എനിക്ക് കൃപ ചൊരിയണേ അമ്മേ. ഈയിടെ കൊറോണ കാലത്ത് 3 മാസം ഞാൻ വീട്ടിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം, ഐസ്ക്രീം എല്ലാം കൊണ്ടും സന്തോഷം. ഞാൻ അച്ഛനോട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതി ആശ്രമത്തിലേക്ക് എന്ന്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ സന്തോഷമൊക്കെ മങ്ങിത്തുടങ്ങി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ ആഴ്ച തന്നെ എനിക്ക് തിരിച്ച് ആശ്രമത്തിലേക്ക് പോകണമെന്ന്. അമ്മയുടെ കൃപയുള്ളത് കൊണ്ടാവാം എനിക്കങ്ങനെ തോന്നിയത്. വല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് അമ്പോറ്റമ്മ നമുക്ക് തരുന്ന ആലിംഗനവും ഉമ്മയും ചോക്ലേറ്റും മസാലദോശയും പായസവും എല്ലാം ഓർക്കും. ഇവിടെ വസ്തുവിൽ നിന്നല്ല നമുക്ക് സന്തോഷം കിട്ടുന്നത്. അമ്പോറ്റമ്മ തരുന്ന സ്നേഹത്തിൽ നിന്നാണ് സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അമ്പോറ്റമ്മ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിനാണ് ഉള്ളത്. അമ്മേ, എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അമ്മയുടെ മടിത്തട്ടിലെത്താൻ സാധിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ട്, അമ്പോറ്റമ്മ ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ചൈതന്യ മഹാപ്രഭുവുമായി ഒക്കെ അവതാരങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു കൂട്ടുകാർ ഉണ്ടായിരുന്നു എന്ന്. അമ്മയുടെ പുഞ്ചിരിയാകുന്ന ഈ മധുരത്തിൽ മുങ്ങിയും പൊങ്ങിയും അവസാനം വരെ ആ മടിത്തട്ടിൽ ചായ്ക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. എൻ്റെ ദേഷ്യം കാരണം എൻ്റെ കൂട്ടുകാരെയും ഇവിടെയുള്ള ചേട്ടന്മാരെയും ചേച്ചിമാരെയും ചിലപ്പോഴൊക്കെ മുതിർന്നവരെയും എൻ്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ കരുണ കടാക്ഷത്തിനായി
ഈ വാക്കുകൾ അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയെ നമഃ.